ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ തവണ പറഞ്ഞ കാർപ്പറ്റ് പ്ലാന്റ്സിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിരുന്നത് കാർപ്പറ്റ് പ്ലാന്റ്സിൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ കോമ്പാക്റ്റ് ആയിട്ട് വളരുന്ന കാർപ്പറ്റ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ്. ഇത് വളരെ വലിയ ടാങ്കുകളിലേക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ കാർപ്പറ്റ് പ്ലാന്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ. ഇത് വളരെ ഈസി ആയിട്ട് കുറച്ച് വലിയ ടാങ്കുകളിലേക്ക്, ഡെപ്ത് കൂടിയ ടാങ്കുകളിലേക്കൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റുന്ന കാർപ്പറ്റ് പ്ലാന്റ്സ് ആണ്. ഇത് റണ്ണേഴ്സായിട്ട് വളരുന്നതാണ്. അതായത് ഒരു തണ്ടിൽ നിന്ന് വേറൊരു ചെറിയൊരു തൈ വന്നു, അതിൽ നിന്ന് പൊട്ടിമുളച്ച് അങ്ങനെ പോകുന്ന റണ്ണേഴ്സായിട്ട് വളരുന്ന കാർപ്പറ്റ് പ്ലാന്റ്സ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നതിൽ ഏറ്റവും ആദ്യം ഉള്ളത് മൈക്രോ ടെൻലസ് അഥവാ മൈക്രോ ചെയിൻസോഡ് എന്ന് പറയും. ഇത് വെള്ളത്തിന് പുറത്ത് വളർത്തിയതായതുകൊണ്ടാണ് ഇത്രയും ഹൈറ്റിൽ നമ്മൾ കാണുന്നത്. വെള്ളത്തിനകത്ത് വളരുമ്പോൾ 1 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെ ഹൈറ്റുള്ള ചെറിയ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിട്ട് മാറും സബ്മേർജ്ഡ് കണ്ടീഷൻസിലേക്ക് ആകുമ്പോൾ. വളരെ എളുപ്പത്തിൽ മിനിമം CO2 ലെവൽ ഒരു ആവറേജ് ലൈറ്റിങ്ങിൽ തന്നെ നന്നായിട്ട് വളരുന്നതാണ്. അടുത്തത് എലാന്തിയം ടെനലം അഥവാ പിഗ്മി ചെയിൻസോഡ് എന്ന് പറയും. മൈക്രോ ടെൻലസിനേക്കാൾ കുറച്ചുകൂടി വീതിയുള്ള ഇലകളായിരിക്കും പിഗ്മി ചെയിൻസോഡിന്. ഇത് എക്കിനോഡോറസ് ടെൻലസ് എന്ന് പറയും. ഇത് മൈക്രോ ടെൻലസിനേക്കാൾ കുറച്ചുകൂടി വീതിയുള്ള ഇലകൾ നല്ല ലൈറ്റ് ഗ്രീനായിട്ട് വളരുന്നതായിരിക്കും. ഇത് വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ക്രിപ്റ്റോകോറിൻ പാർവ. വളർന്നു വരാൻ കുറച്ച് സമയമെടുക്കുമെങ്കിലും വളരെ ലോ മെയിൻ്റനൻസ്, CO2 തീരെ വേണമെന്നില്ല, ഒത്തിരി കാലം കേടുകൂടാതെ വളരുകയും ചെയ്യും. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് മതി, ലൈറ്റും വളരെ കുറവ് മതി, നല്ല ഭംഗിയായിട്ട് ഡാർക്ക് ഗ്രീനായിട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. അടുത്തത് വളരെ നേരിയ ഇലകളോട് കൂടിയിട്ടുള്ള ലിലിയോപ്സിസ്. ഇത് നല്ല കാർപ്പറ്റായിട്ട് വളരും. ഹെയർ ഗ്രാസിനേക്കാളും കുറച്ചുകൂടി നീതിയുള്ള ഇലകളായിരിക്കും ഉണ്ടാകുന്നത്. ലിലിയോപ്സിസ് 2 വെറൈറ്റികളുണ്ട്. 2 വെറൈറ്റികളും നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് കുറച്ചുകൂടി തടി കൂടുതലുള്ള, വീതി കൂടുതലുള്ള ഇലകളാണെന്നായിരുന്നു. അടുത്തത് ഈ ഗ്രൂപ്പിലേക്ക് വരുന്നത് സജിറ്റേറിയ. കാർപ്പറ്റായിട്ട് വളർത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്താ കാര്യം വെച്ചാൽ മിഡ് ഗ്രൗണ്ട്, ഫോർ ഗ്രൗണ്ട് എന്ന രീതിയിലേക്കായിരിക്കും വളർത്താൻ പറ്റുള്ളൂ. ഇത് സബ്മേർജ് കണ്ടീഷൻസിലായതുകൊണ്ട് ഇത്രയും ഹൈറ്റിൽ വരുന്നത്. ഇതൊരു 4 ഇഞ്ച് മുതൽ 3 ഇഞ്ച് വരെ ഹൈറ്റിൽ ഈസി ആയിട്ട് വളരും. എന്നാൽ ഇതിൻ്റെ തന്നെ ഡ്വാർഫ് ആയിട്ടുള്ള സജിറ്റേറിയ ഉണ്ട്. ഇത് വളരെ ഭംഗിയുള്ള കാർപ്പറ്റായിട്ട് വളരും. വളരെ കുറച്ച് CO2, വളരെ കുറച്ച് ന്യൂട്രിയൻസിൽ തന്നെ നന്നായിട്ട് വളരും. CO2 വളരെ കുറവ് മതി, ന്യൂട്രിയൻസ് വളരെ കുറവ് മതി, ഈസി ആയിട്ട് കാർപ്പറ്റായിട്ട് നന്നോളൂ. ഇത് ഡ്വാർഫ് സജിറ്റേറിയ ആണ്. നമുക്ക് ലൂസായിട്ട് കെട്ടായിട്ട് ഇതുപോലെ കെട്ടുന്നതാണ്. ടാങ്കിലേക്ക് നടുമ്പോൾ പ്ലാന്റ് കേടുവരാത്ത രീതിയിൽ ഈ കെട്ട് അഴിച്ചെടുക്കുക. പ്ലാന്റ് സെപ്പറേറ്റ് ആക്കുക. സെപ്പറേറ്റ് ആക്കി ഡാമേജുള്ള ലീഫുകൾ മാറ്റിക്കളഞ്ഞതിന് ശേഷം പിൻസെറ്റ് അഥവാ ഫോർസെപ്സ് എടുത്തതിന് ശേഷം വളരെ ശ്രദ്ധിച്ച് പ്ലാന്റ് എടുക്കുക. ഗ്രേവലിനകത്തേക്ക്, സബ്സ്ട്രേറ്റിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. റിലീസ് ചെയ്യുക. കുറച്ച് കൂടുതൽ നീളമുള്ള വേരുകളുള്ള പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റ് സബ്സ്ട്രേറ്റിനകത്ത് ഇറക്കി വെച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ചരലിനകത്തേക്ക് ഇറങ്ങുമ്പോൾ റൂട്ടുകൾ മടങ്ങിയിരിക്കും. ഒന്ന് ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മടങ്ങിയ വേരുകളൊക്കെ നിവർന്നതായിരിക്കും. കാർപ്പറ്റ് പ്ലാന്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിന് പ്ലാന്റുകൾ നടില്ല. 1, 2 അല്ലെങ്കിൽ 10, 20 പ്ലാന്റുകൾ മാത്രം നട്ട് വളർന്നു വരാൻ ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം കൊണ്ട് വളരുമെന്ന് കരുതിയിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു തെറ്റ്. ആവശ്യത്തിന് പ്ലാന്റുകൾ ഉണ്ടാവണം. 1 സ്ക്വയർ ഇഞ്ചിൽ 4 ചെടിയെങ്കിലും നടണം. എങ്കിൽ അവർക്ക് വളരാനുള്ള സ്പേസും ഉണ്ടാവും, അതേസമയം പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരും. ഇല്ലെങ്കിൽ വളരെയധികം ന്യൂട്രിയൻസ് എക്സസ് വന്നിട്ട് പ്ലാന്റ് വളരുന്നതിന് പകരം ആൽഗെ വളരും. അതുകൊണ്ട് 1 സ്ക്വയർ ഇഞ്ചിൽ മിനിമം 4 പ്ലാന്റെങ്കിലും നടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ ടാങ്കിനകത്ത് തിക്കായിട്ടുള്ളൊരു കാർപ്പറ്റായിട്ട് വരികയും ചെയ്യും. ആൽഗെ വളരുന്നതിന് കൺട്രോൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ മൈക്രോ ടെൻലസ് അല്ലെങ്കിൽ ഡ്വാർഫ് സജിറ്റേറിയ നട്ട് കഴിഞ്ഞ് അതിന് തൊട്ട് പുറകിലായിട്ട് നമുക്ക് പിഗ്മി ചെയിൻസോഡ് അങ്ങനെ എന്തെങ്കിലും നടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും മുമ്പിൽ വളരെ ഹൈറ്റ് കുറഞ്ഞൊരു പ്ലാന്റ്, അതിനേക്കാൾ മീഡിയം ഹൈറ്റ്, അത് കഴിഞ്ഞ് ക്രിപ്റ്റോകോറിൻ പോലെയുള്ള പ്ലാന്റുകൾ അങ്ങനെ നട്ടുകൊണ്ടുവരികയാണെങ്കിൽ ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും.
ഈ ഗ്രൂപ്പ് കാർപ്പറ്റ് പ്ലാന്റ്സിന് ഫെർട്ടിലൈസർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ കാർപ്പറ്റുകളായിട്ടുള്ള ക്യൂബ, HC ക്യൂബ, മോണ്ടെ കാർലോ ഇങ്ങനെയുള്ള പ്ലാന്റുകളെക്കാളും വളരെ കുറച്ച് ന്യൂട്രിയൻസ് മതി, വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യും. എന്നിരുന്നാലും ഹൈ ന്യൂട്രിയൻ ലെവലിൽ വളരെ നന്നായിട്ട് വളരുകയും ചെയ്യും. ന്യൂട്രിയൻ ലെവൽ കുറച്ച് കൂടിയെന്ന് കരുതി വളർച്ച കുറയൊന്നുമില്ല, അല്ലെങ്കിൽ ആൽഗെ ഗ്രോത്ത് ഉണ്ടാകാനുള്ള ചാൻസൊക്കെ വളരെ കുറവാണ് ഈ ഗ്രൂപ്പ് പ്ലാന്റ്സ് വരുമ്പോൾ. കുറച്ച് അധികം ന്യൂട്രിയൻസ് വന്നാലും ഇവർ ഉപയോഗിച്ച് തീർത്തോളും. അതുകൊണ്ട് ആൽഗെ ഗ്രോത്ത് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. എന്നിരുന്നാലും തിക്കായിട്ടുള്ള കാർപ്പറ്റായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിടയിലൂടെ വാട്ടർ മൂവ്മെൻറ്റ് കുറവായിരിക്കും. അത് കാരണം കൃത്യ ഇടവേളകളിൽ സൈഫൺ ചെയ്ത് പ്ലാന്റ്സിനിടയിലുള്ള ഫിഷിൻ്റെ വേസ്റ്റ് ഇങ്ങനെയുള്ളതൊക്കെ സൈഫൺ ചെയ്ത് കളയണം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ന്യൂട്രിയൻ ഡോസ് ചെയ്യുമ്പോൾ ഡെയിലി ഡോസിങ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മൈക്രോ, മാക്രോ ഇങ്ങനെയുള്ളത് മാറി മാറി ഡോസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിരുന്നാലും ഈ ഗ്രൂപ്പായിട്ടുള്ള കാർപ്പറ്റ് പ്ലാന്റ്സിന് സിംഗിൾ മിക്സ് ന്യൂട്രിയൻറ്റും യൂസ് ചെയ്യാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാനില്ല. എന്നിരുന്നാലും മൈക്രോ, മാക്രോ എന്നിവ മാറി മാറി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാവുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഓവർ ന്യൂട്രിയൻസ് വരാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. സാധാരണ കാർപ്പറ്റ് പ്ലാന്റുകൾ പറഞ്ഞതുപോലെ തന്നെ ഇവയ്ക്കും സോയിലിനകത്ത് അഥവാ മണ്ണിനകത്ത്, സബ്സ്ട്രേറ്റിനകത്ത് നിന്നുള്ള ന്യൂട്രിയൻസും വേണം. അത് കാരണം വാട്ടർ കോളത്തിൽ ഡോസ് ചെയ്യുന്ന അതിൻ്റെ 1/3 സബ്സ്ട്രേറ്റിലേക്കും ഡോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സിറിഞ്ച് വഴിയോ ഇഞ്ചക്ഷൻ വഴിയോ ഡോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആണ് പ്ലാന്റിൻ്റെ ഗ്രോത്ത് വളരെ നന്നായിട്ടുണ്ടാവുക. റൂട്ടാബി യൂസ് ചെയ്യാം. 1/3 വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണെങ്കിലും വളരെ നല്ലതാണ്. കാർപ്പറ്റ് പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് എങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യണമെന്നത് ഇതിന് മുമ്പേയുള്ള കാർപ്പറ്റ് പ്ലാന്റ്സിനെ കുറിച്ചുള്ള ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കാർപ്പറ്റ് പ്ലാന്റ്സിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയായി കാണുമെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു.